ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അതിൻ്റേതായ പ്രാധാന്യം നൽകി വേണം നമ്മൾ മുമ്പോട്ടേക്ക് പഠിച്ചു പോകാനെന്ന് പറയാറുണ്ട്. ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വരിക, ഏത് ടൈപ്പ് ആയിരിക്കും ആ ടോപ്പിക്കിൽ നിന്ന് വരിക, ഏത് ലെവലായിരിക്കും ആ ക്വസ്റ്റ്യൻസിന് ഉണ്ടാകുക, അതുപോലെ തന്നെ ഇനി പ്രതീക്ഷിത ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഏതാകാനാണ് സാധ്യത എന്ന് തിരിച്ചറിയാൻ ഈ പറയുന്ന ട്രൂ സിലബസ് ആകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളെ സഹായിക്കും. ശരിയല്ലേ? ആണ്. ഇപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ശരിയല്ലേ? ആണ്. അപ്പോൾ നമ്മുടെ കാര്യമാകുന്ന പ്രിപ്പറേഷൻ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കെന്നുള്ള വണ്ണം, നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നുള്ള വണ്ണം ഞാൻ നിങ്ങളിലേക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായ ഒരു ഭാഗത്ത് നിന്ന് ചിലതാകുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വളരെ വിരളമായിട്ട് ഇതിനകത്ത് ഉണ്ടാകും. ഞാൻ കൂടുതലും പ്രതീക്ഷിതമായ ചോദ്യങ്ങൾക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന കാര്യം കൂടി തിരിച്ചറിയണമേ. ഉറപ്പായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുപോകുന്ന ഓരോ വ്യക്തിയും ഇവിടെ കമൻറ്റ് ചെയ്തിട്ടല്ലാതെ പോകരുതേ. ശരി, അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഡിവിസിബിലിറ്റി ആകുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളെയാണ്. അപ്പോൾ എൻ്റേതാകുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഭാഗത്തിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി ഞാനൊരു സംഖ്യ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. മക്കളെ നോക്കേടാ, 5, 8, 4, 7, 2, 3, 1. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സംഖ്യക്കകത്ത് ഡിവിസിബിലിറ്റികൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ആണ്? ബാട ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇവൻ ഡിവിസിബിൾ ബൈ 2 ആകുമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കും. ആകുമോ? ഇല്ല. കാര്യം എന്താ? ഇവൻ അവസാനിക്കുന്നത് ഒരു ഓഡ് നമ്പറിലാണ്. അതായത് ഈ സംഖ്യ ഒരു ഈവൻ നമ്പർ അല്ല. ഈവൻ നമ്പറുകളാകുന്ന ആളുകൾക്ക് മാത്രമേ എന്തിനുള്ള കഴിവുള്ളൂ? 2 കൊണ്ട് ഡിവിസിബിൾ ആകാനുള്ള കഴിവുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് ഇവൻ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. ശരിയാ. അങ്ങനെയാണെങ്കിൽ അടുത്തതാകുന്ന ഒരു കാര്യം നോക്കേടാ, ഇവൻ 3 കൊണ്ട് ഡിവിസിബിൾ ആകുമോ? ഇവൻ 3 കൊണ്ട് ഡിവിസിബിൾ ആകുമോ? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സം ഓഫ് ഡിജിറ്റ്സുകൾ എടുക്കും. എന്തെടുക്കും? സം ഓഫ് ഡിജിറ്റ്സുകൾ. എങ്ങനെയാണ് എടുക്കുന്നത്? ഇതാണ്, അങ്ങോട്ട് കൂട്ട്. 5ഉം 8ഉം 8ഉം 5ഉം എത്ര വരും? 13. 4ഉം എത്ര വരും? 17. 17ഉം 7ഉം എത്ര വരും? 24. 24ഉം 2ഉം എത്ര വരും? 26. 26ഉം 3ഉം എത്ര വരും? 29. 29ഉം 1ഉം എത്ര വരും? 30. ഒന്നുകൂടെ കൂട്ടടാ. 8ഉം 5ഉം 13ഉം 4ഉം 17. 17ഉം 7ഉം 24ഉം 2 26ഉം 3 29 1 30. സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് എത്രയെന്ന് കിട്ടി? 30 എന്ന് കിട്ടി. മക്കളെ, 30 എന്ന് പറയുന്നത് 3ന്റെ പട്ടികയിലുള്ള ആളാണോ? 30 എന്ന് പറയുന്നത് 3ന്റെ പട്ടികയിലുള്ള ആളാണ്. അതുകൊണ്ട് ഇവൻ എന്താകും? ഡിവിസിബിൾ ബൈ 3 ആകും. കൺഫേം. ഓക്കെ ആണോ? ആണ്. ഇനി അടുത്തതാകുന്ന കാര്യത്തിലേക്ക് വരാം. ഡിവിസിബിൾ ബൈ 4 ആണോ ഇവൻ? ചെക്ക് ചെയ്യടാ. ഡിവിസിബിൾ ബൈ 4 ആണോ ഇവൻ? മക്കളെ, ഡിവിസിബിൾ ബൈ 4 ആകണമെങ്കിൽ എപ്പോഴും പരിഗണിക്കേണ്ടത് ലാസ്റ്റ് 2 ഡിജിറ്റ്സുകളെയാണ്. ആരെയാണ് പരിഗണിക്കേണ്ടത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഒന്നുകിൽ ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സുകൾ 2 0 ആകണം, അല്ലെങ്കിൽ അവിടെ അവശേഷിക്കുന്നതാകുന്ന ആ 2 ഡിജിറ്റ് ആകുന്ന നമ്പറില്ലേ, അവൻ എന്താകണം? ഡിവിസിബിൾ ബൈ എന്താകണം? 4 ആകണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 0 അല്ലാത്തത് കൊണ്ട് ഇവൻ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇവൻ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 31നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ശരിയാണോ? 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണോ വരുന്നത്? അല്ല. റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് ഇവൻ 4 കൊണ്ട് ഡിവിസിബിൾ ആകുമോ? ഇല്ല. പക്ഷേ ഇവിടെ ഇതിനേക്കാളും എളുപ്പത്തിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. കണ്ടോ, വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിൻ്റെ പ്രയോജനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, എടാ 4ന്റെ പട്ടികയിൽ വരുന്ന ഒരാളുകൾ പോലും ആരാകില്ല? ഓഡ് നമ്പറുകളാകില്ല. 4ന്റെ പട്ടികയിൽ ഓഡ് നമ്പറുകൾ ഇല്ലാത്ത പക്ഷം കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ എന്തല്ല? 4ന്റെ പട്ടികയിൽ വരുന്ന, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളല്ല. സംഭവം ഈവൻ നമ്പറുകൾ മാത്രമേ 4ന്റെ പട്ടികയിലുള്ളൂ. 2ന്റെ പട്ടികയിൽ ഈവൻ നമ്പറുകളാണ്. 4ന്റെ പട്ടികയിൽ വരുന്ന ആളുകളും എല്ലാവരും എന്ത് തന്നെ ആയിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. ഇനി നമ്മൾ അടുത്തത് ആരിലേക്കാണ് പോകുന്നത്? 5ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനാണ്. 5ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഒന്നുകിൽ 0ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ എൻഡ് ചെയ്യണം? 5ൽ എൻഡ് ചെയ്യണം. ഇവിടെ ലാസ്റ്റ് 1 വന്നേക്കുന്നത്. 0 5 ഇത് 5 കൊണ്ട് ഡിവിസിബിൾ ആകുമോ? ഇല്ല. ഇവനും ഡിവിസിബിൾ ആകില്ല എന്ന് പറഞ്ഞു. ഇനി 6ന്റെ ഡിവിസിബിലിറ്റിക്ക് അകത്തേക്ക് വാ. 6 ആകുന്ന ആളിൽ ഈ നമ്പർ ഡിവിസിബിൾ ആകുമോ ഇല്ലയോ? മകളെ, എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇവൻ 2 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളാണോ? അല്ല. 3 കൊണ്ട് ഡിവിസിബിൾ ആകും, 2 കൊണ്ട് പറ്റില്ല. നമ്മൾ 6ന്റെ ഡിവിസിബിലിറ്റി എന്താ പഠിച്ചിട്ടുള്ളത്? ഒരേ സമയം 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഖ്യയ്ക്ക് മാത്രമേ 6ന്റെ ഡിവിസിബിലിറ്റി കടക്കാൻ സാധിക്കൂ. ശരിയല്ലേ? അതുകൊണ്ട് ഇവൻ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല മക്കളെ. ഓക്കെ അല്ലേ? ആണ്. ഇനി 7 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്തു ചെയ്യൂടാ? 7 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതിന് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വലുതാകുന്നൊരു പ്രോസസ്സ് അവിടെയുണ്ട്. എന്നിരുന്നാലും നമുക്ക് അവനെ ചെയ്ത് തന്നെ മുമ്പോട്ടേക്ക് പോകാം. എടാ നോക്കേടാ, നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന ആളിനെ മാറ്റിയിടും.
മാറ്റിയിടുക. ഓക്കെ ആണോ? അവശേഷിക്കുന്ന സംഖ്യയെ ഇങ്ങോട്ടേക്ക് എഴുതി വെക്കുക. ഇനി എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റിനോടൊപ്പം 2 കൊണ്ട് ഗുണിക്കുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ അവശേഷിക്കുന്ന സംഖ്യയും 2 കൊണ്ട് ഗുണിച്ച സംഖ്യയും നിങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൾ ആരായിരിക്കണം? 7ൻ്റെ ഗുണിതമാകുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇതാണ് ഡീൽ. ഇനി ഇത് ചെയ്ത് വരാൻ ഇച്ചിരി സമയമെടുക്കും. സ്റ്റെപ്പുകളായിട്ട് കുറേ വരാനുണ്ട്. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരില്ല. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടൊരു ചോദ്യം ചെയ്ത് കാണിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. ഇവനെ എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു തരാം. നിങ്ങൾ പറയണം ഇവൻ എന്താണ്, ഡിവിസിബിൾ ബൈ 7 ആണോ അല്ലയോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഇതാ നോക്കണം, ഞാനൊരു എക്സാമ്പിൾ എഴുതി തരാം. 147 എന്ന് പറയുന്നതാകുന്ന സംഖ്യ യൂണിറ്റ് ഡിജിറ്റ് ആകുന്നവനെ ഞാൻ എന്ത് ചെയ്തു? മാറ്റിയിട്ടു. എന്നിട്ട് അവനെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. എത്ര വന്നു? 7 ഗുണം 2 14. ഇവിടെ ഉള്ളതും എത്രയാ? 14. 14നെ 14 കൊണ്ട് കുറച്ചാൽ എൻ്റെ ആൻസർ 0 വരും. അതിനർത്ഥം എന്താ? 147 ഡിവിസിബിൾ ബൈ 7 ആകുന്ന ആളാണ്. ഓക്കെ ആണോ? ഇനി അടുത്തത് 343 യൂണിറ്റ് ഡിജിറ്റിനെ ഞാൻ മാറ്റിയിട്ടു. ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് യൂണിറ്റ് ഡിജിറ്റിനെ ഗുണിച്ചു. അപ്പോൾ ഇവിടെ എത്രയായി? 6 ആയി. 34 ഇവിടെ ഉള്ളത്, തങ്ങളിൽ കുറച്ചു. അപ്പോൾ എന്തു വരും ഇവിടെ? 34ൽ നിന്ന് 6 പോയാൽ 28. 28 എന്ന് പറയുന്നത് 7ൻ്റെ ഗുണിതമായി വരുന്നത്. അതുകൊണ്ട് 343 എന്ന് പറയുന്ന ആൾ ആര് തന്നെ? അവൻ ഡിവിസിബിൾ ബൈ 7 ആകുന്ന ഒരാൾ തന്നെ. ഡൗട്ടുകളൊന്നുമില്ലേ? ഇതുവരെയും ഡൗട്ടുകളില്ലേ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുതാകുന്ന ചോദ്യം ചെയ്തിട്ട് വലുതാകുന്ന ചോദ്യം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണോ? ഇല്ല മക്കളെ, കുറച്ചുകൂടി വലുതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വരാം. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ആവശ്യം പഠിക്കാൻ നിങ്ങൾക്കല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നിങ്ങൾ എന്തായാലും അവിടെ കൊടുക്കണം. ദാണ്ടേ ഒരു ലെവലൂടെ ഞാൻ അവിടെ അപ്പ് ചെയ്യാൻ പോവുക. എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോ. എടാ ഞാനൊരു നമ്പർ എഴുതട്ടെ. 4387 ഇതാണ് സംഖ്യ. ഓക്കെ ആണോ? 43 ഇച്ചിരി കൂടെ മാറ്റി എഴുതാം അല്ലേ. 4387 ഇതാണ് സംഖ്യ. ഏതാ സംഖ്യ? 4387. 4387 ഇതാണ് സംഖ്യ. ഞാൻ എന്ത് ചെയ്തു? യൂണിറ്റ് ഡിജിറ്റ് ആകുന്നവനെ മാറ്റിയിട്ടു. അവിടെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്നവനോട് 2 ഗുണിച്ചു. അവിടെ എത്ര വന്നു? 14. അപ്പോൾ 438 ആകുന്ന ഇവിടെയുള്ള സംഖ്യയിൽ നിന്ന് ഈ 14 ആകുന്നവനെ കുറയ്ക്കണം. എൻ്റെ ആൻസർ എത്രയായിരിക്കും മക്കളെ വരുന്നത്? 438ൽ നിന്ന് 10 പുറകിലേക്ക് പോയാൽ 428. 428ൽ നിന്ന് ഒരു 4 പുറകിലേക്ക് പോയാൽ എത്ര വരും? 424 എന്നായിരിക്കും എൻ്റെ ആൻസർ വരിക. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും 424 7ൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. മക്കളെ എന്ത് ചെയ്യണം? സെയിം പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എവിടെ? 424ൽ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ പറ, 424നെ നിങ്ങൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് മാറ്റി. ഓക്കെ ആണോ? എന്നിട്ട് യൂണിറ്റ് സ്ഥാനത്ത് 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര വരും ഇവിടെ? 8. നോക്കേ, 42 8 മാറി. അപ്പോൾ എത്ര വരുമായിരിക്കും? 34 എന്ന് വരും. ശരിയാണോ? 8 മാറുമ്പോൾ എത്ര വരും? 34 എന്ന് വരും. ശരിയല്ലേ? 34ൻ്റെ കൂടെ 6 2 8 ആകുമ്പോൾ 42 വരും. ഈ 34 എന്ന് പറയുന്ന ആൾ 7ൻ്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്ന ആളാണോ? മകളെ 7ൻ്റെ ഡിവിസിബിലിറ്റിയിൽ 34 ഇല്ല, 35 ഉള്ളത്. അതുകൊണ്ട് ഇവൻ എന്തല്ല? 7 കൊണ്ട് ഡിവിസിബിൾ അല്ല. ആര്? 424. 424 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നവനല്ല എന്നാണെങ്കിൽ 4 3 8 7യും ഓട്ടോമാറ്റിക്കലി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആളല്ല. കണ്ടോ ഈ പ്രോസസ്സ് ഞാൻ ചെയ്തത് കണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വലുതാകുന്ന സംഖ്യയിൽ എന്ത് ചെയ്യണം? ദാണ്ട് ഇതിനകത്തുനിന്ന് 1 ഗുണം അപ്പോൾ 2 വരും. ഇത്രയും ആകുന്ന സംഖ്യയിൽ നിന്ന് 2 കുറച്ച് പിന്നെ അതിനെ പിന്നെയും കുറച്ച് ഒരു 3 4 സ്റ്റെപ്പുകളിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇവൻ പറ്റുന്നവനാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ ആണോ? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നെ. പണിയെടുത്താലേ പഠിക്കാൻ പറ്റൂ. എൻ്റെ പണി എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ചലഞ്ചിങ് ആയിട്ട് വെച്ചത്. നിങ്ങൾ എന്നെ പൊട്ടിക്കോ ഇല്ലയോ എന്ന് ഞാനൊന്നറിയട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതാകുന്ന ആളിലേക്ക് പോകാം. 8ൻ്റെ ഡിവിസിബിലിറ്റി ഇവൻ ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. 8 കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം മക്കളെ? അവസാനിക്കുന്നതാകുന്ന 3 ഡിജിറ്റുകൾ 0 ആണ് എന്നാണെങ്കിൽ കണ്ണും പൂട്ടി പറയാം ഇവൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. പക്ഷേ ഇവൻ 8 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നറിയാൻ പിന്നെയും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 0-ത്തിലല്ല അവസാനിക്കുന്നതാകുന്ന 3 ഡിജിറ്റ്സുകൾ ആരാണെന്ന് നോക്കേ. അവസാനിക്കുന്നതാകുന്ന 3 ഡിജിറ്റ്സുകൾ ആരാണെന്ന് നോക്കേടാ. അവസാനിക്കുന്ന 3 ഡിജിറ്റ്സ് 231. ഇവനെ ഞാൻ എന്ത് ചെയ്യണം? അവസാനിക്കുന്ന 3 ഡിജിറ്റുകളെ ഞാൻ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. റിമൈൻഡർ 0 ആണോ എന്ന് നോക്കണം. ശരിയാണോ? അവസാനിക്കുന്ന 3 ഡിജിറ്റുകളെ എടുക്കുന്നു, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്തായാലും റിമൈൻഡർ 0 ആകില്ല.
എന്താണ് ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ളതാകുന്ന ഒരു കാരണം? 4 എന്ന് പറയുന്ന ആളിൻ്റെ പട്ടികയിൽ വരുന്ന എല്ലാ ആളുകളും എന്താണ്? ഈവൻ നമ്പറാണ്. 8, 16, 32 അങ്ങനെ 8ൻ്റെ പട്ടിക നോക്കുമ്പോഴും എല്ലാം എന്ത് സംഖ്യകൾ തന്നെയാണ് വരുന്നത്? ഈവൻ സംഖ്യ. ഞാൻ നിലവിൽ തന്നിട്ടുള്ളതാകുന്ന സംഖ്യ എന്തായിരുന്നു? ഒരു ഓഡ് സംഖ്യ. അതുകൊണ്ട് 8 എന്ന് പറയുന്ന ആൾ ഒരു കാരണവശാലും ഇതിൽ ഡിവൈഡ് ആകുന്ന ആളാകില്ല. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അടുത്തതാകുന്ന ആളിലേക്ക് വാ. ഡിവിസിബിൾ ബൈ 9 ആകുന്ന ആളാണോ അല്ലയോ? 8 പറ്റില്ലേ? ഡിവിസിബിൾ ബൈ 9 ആകുന്ന ആളാണോ അല്ലയോ? അതിന് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സം ഓഫ് ഡിജിറ്റ്സുകൾ എടുക്കുക. സം ഓഫ് ഡിജിറ്റ്സ് ഓൾറെഡി നമ്മൾ 3ന് വേണ്ടി കണ്ടുപിടിച്ചതാണ്. 3ൻ്റെ കാര്യം നോക്കുന്ന അതേ സമയം തന്നെ 9ൻ്റെ കാര്യം നോക്കാൻ പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താകൂടാ? 30 എന്നല്ലേ തന്നേക്കുന്നത്? 30 എന്നാണ് തന്നേക്കുന്നത്. 30 എന്ന് പറയുന്നത് 9ൻ്റെ പട്ടികയിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ 9ൻ്റെ ഡിവിസിബിലിറ്റി ആയി ഈ ഒരു നമ്പർ വരില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ ഡിവിസിബിൾ ബൈ 10 ആകുന്ന ആളാണോ അല്ലയോ? മകളെ ഡിവിസിബിൾ ബൈ 10 ആകുമോ? ഇല്ല. കാര്യം എന്താ? അവസാനിക്കുന്നത് 1ലാണ്. അവസാനിക്കുന്നത് 0 ആണെങ്കിൽ മാത്രമേ 10ൻ്റെ ഡിവിസിബിലിറ്റി അവിടെ സ്യൂട്ടാകൂ. ശരിയല്ലേ? ഇനി ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് മക്കളെ തിരിച്ചറിയുന്നത്? ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് ഓൾട്ടർനേറ്റ് ആകുന്ന സമ്മുകളുടെ ഡിഫറൻസ്. ഓൾട്ടർനേറ്റ് ആകുന്ന സമ്മുകളുടെ ഡിഫറൻസ് എന്തെന്നാ പറഞ്ഞേ? ഓൾട്ടർനേറ്റ് ആകുന്ന സമ്മുകളുടെ ഡിഫറൻസ്. ഒന്നുകൂടെ, ഓൾട്ടർനേറ്റ് സമ്മുകളുടെ ഡിഫറൻസ്. എന്താ പറഞ്ഞേ? ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സംസ്. എന്താടാ ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സമ്മ് എന്ന് പറഞ്ഞാൽ? 11ൻ്റെ ഡിവിസിബിലിറ്റി അറിയാൻ ഡിഫറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സമ്മുകൾ നോക്കണം. എങ്ങനെയാണ് മക്കളെ അത് നോക്കുന്നത്? ഒന്നുമില്ല. ഒറ്റയുടെ സ്ഥാനങ്ങൾ ഏതാ? 1, 3, 5, 7. അതാത് സ്ഥാനങ്ങളിൽ കിടക്കുന്നവനെ മാർക്ക് ചെയ്യുക. ഇനി ഇരട്ടയുടെ സ്ഥാനത്താരാ? 2, 4, 6, 8 എന്ന രീതിയിൽ ആ സ്ഥാനങ്ങൾ അങ്ങോട്ട് പരിഗണിക്കുക. അതാ നോക്കിയാൽ ഒറ്റയുടെ സ്ഥാനങ്ങളിൽ 5 ഉണ്ട്. അതായത് 1 ഇടവിട്ടുള്ള ആളുകളെ മാർക്ക് ചെയ്യും. 5 കഴിഞ്ഞാൽ ഇവിടെ 4, അത് കഴിഞ്ഞാൽ ഇവിടെ 2, അത് കഴിഞ്ഞാൽ 1. ഈ വട്ടവിട്ട ആളുകളെല്ലാം കൂടെ കൂട്ടും. എത്ര വരും ഇവിടെ? 5, 4, 9. 9, 2, 11, 1 എത്ര വരും മക്കളെ? 12 എന്ന് വരും. ഇനി വട്ടം ഇടാത്തവന്മാരെ കൂട്ട്. 8, 7, 15. 15, 3 എത്രടാ? 8, 7, 15, 3 എത്ര വരുടാ? 18. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്ക്. 18ൽ നിന്ന് 12 പോയാൽ എത്ര വരും മക്കളെ? 6. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തു വരണം? ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം, അല്ലെങ്കിൽ എന്തു വരണം? മൾട്ടിപ്പിൾ ഓഫ് 11 ആകുന്ന ആൾ വരണം. ആണോ? 0ഉം 11ഉം മൾട്ടിപ്പിൾ ഓഫ് 11. ഇത് 3ഉം അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ തന്നിട്ടുള്ള സംഖ്യ എന്തിൻ്റെ ഡിവിസിബിലിറ്റിയിൽ വരില്ല? 11 ആകുന്ന ആളിൻ്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്നില്ല. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആകുന്ന രീതിയിൽ ദാ ഈ ഒരു ചോദ്യത്തിനകത്തൂടെ ഇത്രയും ആകുന്ന കാര്യങ്ങൾ ഇത്രയും നിസ്സാരമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേ. ഇനി നമുക്ക് എന്താ വേണ്ടേ? കുറച്ചാകുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കപ്പെടാൻ സാധ്യതയാകുന്ന ആളുകളെ നമുക്ക് പഠിക്കണം. ഞാൻ ഇനിയും ഇവിടെ പറയാതെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. 13ൻ്റെ ഡിവിസിബിലിറ്റി പറഞ്ഞില്ല, 17ൻ്റെ ഡിവിസിബിലിറ്റി ഞാൻ പറഞ്ഞില്ല, 19ൻ്റെ ഡിവിസിബിലിറ്റി പറഞ്ഞില്ല, 16ൻ്റെ ഡിവിസിബിലിറ്റി ഞാൻ പറഞ്ഞില്ല, 125ൻ്റെ ഡിവിസിബിലിറ്റി പറഞ്ഞില്ല. ഓക്കെ ആണോ? ഇതിൽ 16ൻ്റെയും 125ൻ്റെയും ഡിവിസിബിലിറ്റിയുടെ കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പഠിക്കും. 13, 17, 19 പിന്നീട് അങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ആകുന്ന വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് തരാം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒന്നൊന്നായി തുടങ്ങാം. ഏറ്റവും നിസ്സാരമാകുന്ന ചോദ്യത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങുക. എടാ, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നുന്നത് എന്നൊന്ന് കമൻ്റ് അങ്ങ് ചെയ്തു. എപ്പോഴും അതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ ആണോ? വാട്ട് നമ്പർ ഈസ് ഗിവൺ ഇൻ പ്ലേസ് ഓഫ് ഹാഷ്? ഹാഷ് ആകുന്ന ചിഹ്നം കൊടുത്തിരിക്കുന്നത് എവിടെയാണോ ആ സ്ഥാനത്ത് വരുന്നതാകുന്ന സംഖ്യ ഏതായിരിക്കും? സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. അവൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യ ആയിരിക്കണം. സംഖ്യ താണ്ടിതാണ് 8, 4, 2, 6 ഹാഷ്. ഇതിലെ ഹാഷിൻ്റെ സ്ഥാനത്ത് ഏതോ ഒരു സംഖ്യ വരും. ഈ ഓപ്ഷനിൽ ഉള്ളതാകുന്ന ഏതോ ഒരു സംഖ്യ. ആ സംഖ്യ അവിടെ വരുമ്പോൾ അവൻ 3 കൊണ്ട് ഡിവിസിബിൾ ആകണം. എങ്കിൽ ഈ ഓപ്ഷനിൽ ആരെയായിരിക്കണം അവിടെ പരിഗണിക്കേണ്ടി വരേണ്ടത്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത്? നിങ്ങളെ എളുപ്പത്തിൽ പറഞ്ഞു തരാം. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? 3ൻ്റെ ഡിവിസിബിലിറ്റി അറിയാൻ സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ മതി. 8, 4, 2, 6. അത് കഴിഞ്ഞാൽ ഹാഷ് ആകുന്ന ആളിൻ്റെ സ്ഥാനത്തുള്ളവൻ ആരാണോ അവനെ കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആകുന്ന ആൾ കിട്ടണം. ശരിയാണോ? ഇനി എളുപ്പത്തിലുള്ള പരിപാടി ഓപ്ഷനൂടെ പരിഗണിച്ച് അങ്ങോട്ട് പോയത്. 8, 4, 12, 2, 14, 6, 20. മൊത്തം കൂടെ എത്ര ഇടാ? 20. 20ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര വരും മക്കളെ? 29. 20ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര വരും? അതായത് ഹാഷിൻ്റെ സ്ഥാനത്ത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ വരുന്നത്. 20ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര വരും? 22. 20ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര വരും? 23. 20ൻ്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര വരും? 24. ഇതിലേതാണ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ശരിയല്ലേ? അതായത് ഹാഷിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് 4 എന്ന് പറയുന്ന സംഖ്യയാണ്. എളുപ്പത്തിൽ തീർന്ന പരിപാടി, എളുപ്പത്തിൽ തന്നെ തീർന്നേ. ഇനി ഞാൻ ലെവൽ കുറച്ച് കൂട്ടാൻ പോവുക. പരീക്ഷയ്ക്ക് പ്രതീക്ഷിതമാകുന്ന ലെവലുകളിലേക്ക് ചോദ്യങ്ങളെ ഞാൻ എത്തിക്കാൻ പോകുക. എടാ നോക്കേടാ, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ലീസ്റ്റ് വാല്യൂ ഏതാണ്? എന്തിൻ്റെ ലീസ്റ്റ് വാല്യൂ? എക്സ് ആകുന്ന ആളിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ചെറുതാകുന്ന വില എന്താണെന്ന്. ഏറ്റവും ചെറുതാകുന്ന എക്സിന് സാധ്യതയുള്ള മൂല്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്.
സംഖ്യ ഏതാ? 4 7 8 2 6 5 4 7 5 എക്സ് പ്ലസ് അവിടെ പ്ലസ് ഇട്ട് വെച്ചിട്ടുണ്ട് 2 5 4 8 1 4 5 9 എക്സ്. ഇവൻ 8 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ എക്സിന് എന്താകുന്ന മൂല്യമാകും വരിക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവൻ 8 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ എക്സിന് എന്ത് വരണം? മക്കളെ നമ്മൾ പഠിച്ചതാ, നിസാരമായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ, ഇവനെ നിസാരമായിട്ട് പറഞ്ഞു തരട്ടെ, പഠിച്ചതാ. ദാ നോക്കടാ, നമ്മൾ 8ന്റെ ഡിവിസിബിലിറ്റിയിൽ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് എത്ര ഡിജിറ്റ്സുകളെയാ? ലാസ്റ്റ് വരുന്ന 3 ഡിജിറ്റ്സുകളെയാണ്. ഈ ലാസ്റ്റ് 3 ഡിജിറ്റ്സുകൾ പൂജ്യങ്ങളല്ല എന്ന കാരണം കൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാം? അവന്മാരെ പ്രത്യേകമായിട്ട് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 7 5 അത് കഴിഞ്ഞ് അവിടെ ഉള്ളവൻ ആരാ? എക്സ്. ഇവിടെ ആരാ ഉള്ളത്? ഇനി അടുത്തത് ഇവിടെ 5 9 അത് കഴിഞ്ഞ് എക്സ്. ഈ 2 സംഖ്യകൾ, ഈ 3 ഡിജിറ്റുകൾ വരുന്ന, അല്ലെങ്കിൽ അവസാനം നമ്മളിപ്പോൾ ഈ 3 ഡിജിറ്റുകൾ എടുത്തതാകുന്ന വലിയ സംഖ്യകൾ 2 വല്ലേ, കൂട്ടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ അതേപോലെ കൂട്ടിയാൽ മതി. കൂട്ടിയാൽ എന്ത് സംഭവിക്കൂടാ? എക്സ് പ്ലസ് എക്സ് എന്താടാ? 2x. ഓക്കെ, ഇതൊരു ഡിജിറ്റായിട്ട് പരിഗണിക്കും. 9 5 എത്ര വരൂടാ? 14. 14ൻ്റെ ബാലൻസ് ശിഷ്ടം 1. 7 5 12 1 13ൻ്റെ 3. അവസാനത്തെ 3 ഡിജിറ്റ്സുകൾ മതി. അതുകൊണ്ട് ആ 13ൻ്റെ 1 ഞാൻ അവിടെ പരിഗണിക്കാതെ വിട്ടത്. ഇപ്പോൾ നിലവിൽ എനിക്ക് കയ്യിൽ കിട്ടി 3 4, അതായത് 34. അതിന് ശേഷം ഏതോ ഒരു സംഖ്യ. ഇവിടാണ് എക്സ് കിടക്കുന്നത്. ശരിയാണോ? ഇനി ഞാൻ പറയട്ടെ, ഞാൻ തൽക്കാലം എന്ത് ചെയ്യും? എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇവൻ്റെ മൂല്യം 0 ആണെന്നങ്ങ് പരിഗണിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 340. 340നെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ എത്ര വരും ഇവിടെ? 32. 32നകത്തുനിന്ന് 2 20. 2 തവണയാകുമ്പോൾ 16. റിമൈൻഡർ എത്ര മക്കളെ വന്നേ? 4. നോക്കേടാ, 3 സ്ഥാനങ്ങൾ, ആ 3 സ്ഥാനങ്ങളെ പരിഗണിച്ച് കൂട്ടുമ്പോൾ 3 4 2x എന്ന് വന്നു. ഇനി ഞാൻ എന്താ പറഞ്ഞേ? അങ്ങനെയാകുന്ന കണ്ടീഷനിൽ നിന്ന് എന്താണ് ഈ എക്സിൻ്റെ വിലയെന്നറിയാൻ ഈ എക്സ് എന്ന് പറയുന്ന ആൾ ഉൾപ്പെടുന്ന ആ ഭാഗത്ത് 0 എന്ന വില കൊടുത്തിട്ട് റിമൈൻഡർ എത്രയാണെന്ന് നോക്കി. ഓക്കെ ആണോ? ഇനി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഇവിടെ എത്രയെന്നാണ് വന്നേ? 4. ഇനി നമുക്കറിയാം 3 4 കഴിഞ്ഞാൽ 0 വരുമോ? ഓപ്ഷനിൽ 0 ഇല്ല. 3 4 കഴിഞ്ഞാൽ 0 അല്ലാതെ മറ്റൊരാൾ അവിടെ വരും. ആ ആൾ ആരാണെന്ന് അറിയാൻ എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ റിമൈൻഡർ 0 ആകാൻ ആരെ കൊടുക്കണം എന്ന് ചിന്തിച്ചാൽ മതി. റിമൈൻഡർ 0 ആകാൻ ആരെ കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കേ. ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്ന സംഖ്യ 8. റിമൈൻഡർ എന്ന് പറയുന്നത് കിട്ടിയത് 4. ഈ 4 എന്ന് പറയുന്ന ആളിനെ 8 ആകാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. ഒരു 4 കൂടെ കൂട്ടിയാൽ മതി. ഈ 4 ആളില്ലേ, ഈ 4 ആളില്ലേ, ഇവനെ 8ലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. ഒരു 4. ആ 4 എന്ന് പറയുന്നതാണ് ഈ 0ൻ്റെ സ്ഥാനത്തേക്ക് ഇട്ട് വെക്കേണ്ടത്. ഓക്കെ ആണോ? അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 344 എന്നാണ് വരുന്നത്. ഓക്കെ ആണോ? അതായത് ഇവൻ്റെ മൂല്യം 344. എന്തായിരിക്കും അവൻ്റെ മൂല്യം? 344. ഇനി ഞാൻ ചോദിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. 2x സ്ഥാനത്ത് വരുന്ന ആളാണ് 4. 2x സ്ഥാനത്താണ് 4. അപ്പോൾ എക്സ് ആരായിരിക്കും? 4ൻ്റെ പകുതി 2. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. കണ്ടോ? ഇങ്ങനെയാകുന്ന ചോദ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കണമേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താ പറഞ്ഞേ? 7 5 എക്സ്. അത് കഴിഞ്ഞാൽ അവിടെ ഉള്ളത് അടുത്ത ആരാ? 5 9 എക്സ്. നമ്മളപ്പോൾ കൂട്ടി നോക്കുമ്പോൾ 3 4 2x എന്ന് വരും. ഡിവിസിബിലിറ്റി നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ 2x സ്ഥാനത്ത് 0 ഇട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടും. ആ കിട്ടുന്ന റിമൈൻഡറിനെ 8ലേക്ക് എത്തിക്കാൻ ഒരു 4 കൂടി കൂട്ടിയാൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന സ്ഥാനത്ത് വരുന്ന ആൾ 4 എന്നാ. അപ്പോൾ 2x സ്ഥാനത്ത് 4 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആളുടെ സ്ഥാനത്ത് എത്രയായിരിക്കും? 4ൻ്റെ പകുതി 2. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ ആൻസറാണ്. ചിന്തിക്കാനുള്ള ലെവൽ കൂടിയൊരു ചോദ്യം, പഠിച്ചതാകുന്ന കാര്യത്തിൽ നിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ചോദ്യം. ഡിഗ്രി ലെവലുകാരെ നോക്കിക്കോണേ. അടുത്തതാകുന്നൊരു ചോദ്യം നോക്കേടാ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗം കാണിച്ചു തരാം. താഴെ തന്നിട്ടുള്ളതാകുന്ന സംഖ്യയിൽ 9 കൊണ്ടും 11 കൊണ്ടും ഒരേ സമയം ഡിവിസിബിൾ ആകുന്ന സംഖ്യ ഒരാളുണ്ട്. അവൻ ആരാണ് എന്ന് കണ്ടെത്തൂ. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാമേ. ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ സം ഓഫ് ഡിജിറ്റ്സ് ഒന്നും എടുക്കണ്ട. കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴി പറഞ്ഞു തരാം. 6 2 3 8 1 4 7 സംഖ്യ ഇത്രയും വലിയൊരു സംഖ്യ. ഇവൻ 9 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ കൂട്ടുമ്പോൾ 9 വന്നാൽ വെട്ടിക്കളയുക. കൂട്ടുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 9 വന്നാൽ വെട്ടിക്കളയുക. അവശേഷിക്കുന്നതാകുന്ന ആൾ 0 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. കൂട്ടുമ്പോൾ അവശേഷിക്കുന്ന ആൾ കൂട്ടുമ്പോൾ 0, അതായത് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും വെട്ടിപ്പോകണം. എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണേ. എന്താ ഞാൻ പറഞ്ഞതെന്ന് നോക്കിക്കോണേ. ഇങ്ങോട്ട് നോക്കടാ. കൂട്ടുമ്പോൾ 9 വരുന്നവന്മാരെ വെട്ടാൻ പറ്റുമോ നോക്കുക. 6 3 കൂടെ കൂട്ടുമ്പോൾ 9, 8 1 കൂടെ കൂട്ടുമ്പോൾ 9. ഓക്കെ ആണോ? 7 2 കൂടെ കൂട്ടുമ്പോൾ 9. അവശേഷിക്കുന്നത് ഇനി 4.
അതായത് അവശേഷിക്കുന്ന ആളുകൾ മൊത്തമായി കൂട്ടിയെടുത്തപ്പോൾ 4 എന്ന് കിട്ടി. 0 എന്ന് കിട്ടിയോ? ഇല്ല. അതിനർത്ഥം എന്താ? ഈ സംഖ്യ ഡിവിസിബിൾ ബൈ 9 അല്ല. ഓക്കെ ആണോ? ഡിവിസിബിൾ ബൈ 9 അല്ല. മറ്റൊരു കാര്യവും കൂടെ കിട്ടും. ഈ സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആരാണ്? ഈ 4 തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായില്ല? വേറൊരു ചോദ്യം കൂടെ മനസ്സിലായി കാണും. എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. പഠിക്കുമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, ശ്രദ്ധിച്ചിട്ടില്ലാത്തതാകുന്ന പരീക്ഷയുടെ പ്രതീക്ഷിത ചോദ്യങ്ങൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകും. ഞാൻ നോക്കേടാ, 4, 3, 7, 8, 1, 6, 3, 9 ഇങ്ങനെ കിടക്കുക. ഇവൻ 9 കൊണ്ട് ഡിവിസിബിൾ ആകുമോ ഇല്ലയോ എന്നറിയാനുള്ള വഴി എന്താണ്? കൂട്ടുമ്പോൾ 9 വരുന്നതിനെ വിട്ട് 9 വെട്ടി. അപ്പോൾ കൂട്ടുമ്പോൾ 9, അല്ലെങ്കിൽ 9 തന്നെ കിടപ്പുണ്ടേ, അതങ്ങ് വെട്ടിക്കോ. 6 3 കൂടെ 9, 8 1 കൂടെ 9. അവശേഷിക്കുന്നത് എന്താ? 7 3 10 4 14. കൂട്ടുമ്പോൾ എത്ര മക്കളെ വന്നേ? 14. ഓക്കെ ആണോ? കൂട്ടുമ്പോൾ എത്ര വന്നേ? 7 3 10 10 4 14. ഓക്കെ ആണോ? 14 എന്ന് വന്നു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവൻ ഡിവിസിബിൾ ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 14 എന്ന് പറയുന്നത് എന്താണ്? 14 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല. അതുകൊണ്ട് ഇവൻ ഡിവിസിബിൾ ബൈ 9 ആകുമോ? ഇല്ല. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവൻ്റെ റിമൈൻഡർ എന്താകും? മക്കളെ എളുപ്പത്തിൽ ഒരു പരിപാടി പറഞ്ഞു തരട്ടെ. 9നേക്കാൾ വലിയതാകുന്ന സംഖ്യയാണ് 14. 9നേക്കാൾ വലുതാകുന്ന ഒരു സംഖ്യ 14. എത്ര വലുതാണെന്ന് ചോദിച്ചാൽ 14 ആകുന്നവനെ എന്ത് ചെയ്താൽ മതി? 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 14 ആകുന്നവനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആയിരിക്കും ഇവിടെ റിമൈൻഡർ വരുന്നത്? 5. അതായത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 5 ആയിരിക്കും ഈ സംഖ്യ. ട്രിക്ക് പിടികിട്ടിയേ? ഇനി ഈ ചോദ്യത്തിനകത്തേക്ക് വാ. നമ്മുടെ ചോദ്യത്തിനകത്തേക്ക് വാ. 9 കൊണ്ട് പറ്റുന്നവനാര്? 11 കൊണ്ട് പറ്റുന്നവനാര്? ഏറ്റവും ആദ്യം 9 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നെല്ലാവരെയും നോക്കിക്കോ. 5 4 9, 3 2 5 1 6 കൂട്ടുമ്പോൾ വരുന്നത്. ഇവനെ 9 കൊണ്ട് പറ്റില്ല. 8 1 9, 8 1 9 9 9, ഇവനെ 9 കൊണ്ട് പറ്റും. 7 2 9, 7 2 9, 8 1 9, ഇവനെ 9 കൊണ്ട് പറ്റും. 9 8 1 9. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ഒഴികെ ബാക്കി എല്ലാവരെയും എനിക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവനെ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക്, 9 കൊണ്ട് പറ്റുന്ന 3 പേരുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് 11 കൊണ്ട് പറ്റുന്ന ആരുണ്ട് എന്നാണ് ഇനി നോക്കേണ്ടത്. 11ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഓൾട്ടർനേറ്റ് സമ്മുകളുടെ ഡിഫറൻസ്. ടപ്പേന്ന് എടുത്തു വാടാ. 1 1 2, 9 2 11. ഇനി എന്താ ഉള്ളത്? 8 8 16 9 എത്ര വരും? 25. 25 മൈനസ് 11 എന്ന് പറഞ്ഞാൽ എത്ര വരും ഇവിടെ? 25 നിന്ന് 10 പോയാൽ എത്രയായി? 15 ആയി. ഒന്നുകൂടെ കുറച്ച് എത്രയായി? 14. 14 മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്, സോറി മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ? അല്ല. അതുകൊണ്ട് ഇവനായിരിക്കില്ല ആൻസർ. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ നിന്ന് ആരാണെന്ന് ഉത്തരം എന്നുള്ളത്. എന്നാലും ഞാൻ എല്ലാവരെയും ഒന്ന് ചെയ്യുക, അന്ന് പ്രാക്ടീസ് ആവട്ടെ. 7 2 9, 9 1 എത്ര വന്നു മക്കളെ? 10. 7 2 9, 8 എത്ര ആടാ? 8 9 17. തങ്ങളിൽ കുറയ്ക്കുമ്പോൾ എത്ര വരും ഇവിടെ? 7. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ഇവൻ 0 11 മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലാത്തത് കൊണ്ട് ഇവൻ എന്തല്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആളല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആൻസർ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ ആയിരിക്കും എൻ്റെ ആൻസർ. അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കഥ അങ്ങോട്ട് നോക്കണം. എന്താ? 9 കൊണ്ട് പറ്റുമോ? പറ്റും. ഇവനെ പറ്റും. നമ്മൾ എണ്ണി നോക്കുമ്പോൾ, സ്ഥാനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ? 8 1 9, 9 മൈനസ് 9 0 വരും. 11 കൊണ്ടും 8 കൊണ്ടും പറ്റും. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ പിടികിട്ടും. ഡിവിസിബിലിറ്റി പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് കാണിച്ച്. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് LCM 12 15 75? മക്കളെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്നതാകുന്ന ആൾ LCM ആകുന്ന ടോപ്പിക്കിൽ നിന്നല്ലേ, പക്ഷേ ഡിവിസിബിലിറ്റിയുമായി ഇവൻ എന്താണ് ബന്ധം? മക്കളെ ഇങ്ങനെയാകുന്ന ഭാഗത്തും ഡിവിസിബിലിറ്റിക്ക് ബന്ധമുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകതയാണ്. 12 15 75. ഓക്കെ ആണോ മക്കളെ? ഒരു കാര്യം മനസ്സിലാക്കുക. 5ൽ അവസാനിക്കുന്ന സംഖ്യകളാകുന്ന ആരെങ്കിലും ഒരാളെങ്കിലും, ഓക്കെ ആണോ, 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യയെങ്കിലും LCM കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ വന്നാൽ ഉറപ്പായും അവിടെ എന്തുണ്ടാകും? ഫാക്ടർ. LCM ആകുന്ന ആളിൻ്റെ ഫാക്ടറുകളിൽ ഒരു 5 ഉണ്ടാകും. ഡിവിസിബിലിറ്റി റൂളാണ്. ഓക്കെ ആണോ? 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ആകുന്ന ഒരാൾ LCM കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും എന്താ പറഞ്ഞേ? എൻ്റെ LCM ആകുന്ന ആൾ 5 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആൾ തന്നെയായിരിക്കും. അതുപോലെ ഒരു ഈവൻ നമ്പർ ആകുന്ന ആൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് വരികിൽ, എൻ്റെ കയ്യിൽ ഒരു ഈവൻ നമ്പർ ആകുന്ന ആളുണ്ട് എന്ന് വരികിൽ ഉറപ്പായും അവിടെ 2ഉം എന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെയാണ്? LCMൻ്റെ ഫാക്ടറുകളായി വരുന്നതിൽ 2ഉം കാണും. 5 ഗുണം 2 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 10. 10 എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് 0-ലാണ്. അതിൻ്റെ അർത്ഥം LCM എൻഡ് ചെയ്യുന്നത് 0-ലായിരിക്കും. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ പിടിയിട്ടോ. ഡിവിസിബിലിറ്റിയെ ഇങ്ങനെയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്.
അപ്പോൾ 12, 15, 75 5ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടായാൽ മതി. അപ്പോൾ നമ്മുടെ എൽ സി എമ്മിൻ്റെ ഫാക്ടറായിട്ട് ഒരാൾ ആര് വരും? 5 വരും. ഒരു ഈവൻ നമ്പർ ഉണ്ടായാൽ മതി, അതിനകത്ത് 2 കാണും. 5 × 2 10. 10ൻ്റെ എപ്പോഴും അവസാന സംഖ്യ അപ്പോൾ 0-ത്തിലല്ലേ തീരുന്നത്. അതിൻ്റെ അർത്ഥം എൽ സി എം അവസാനിക്കുന്നത് 0-ത്തിലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പിടികിട്ടിയോ? ഡിവിസിബിലിറ്റി ഇങ്ങനെയും ഉപയോഗിക്കാമേ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ദ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4, 8, 12, 16 ഈസ്. മക്കളെ, ഇതും ശരിക്കും പറഞ്ഞാൽ എൽ സി എം ആകുന്ന ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എൽ സി എം ഇല്ല എന്ന് വരികിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഒന്ന് നോക്കേടാ. ഇവിടെ 12 ആകുന്ന ആളിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടു. 12 ആകുന്ന ആൾ എന്ന് പറയുന്നത് 4 × 3. 3, 4. പ്രത്യേകത എന്താ? കോപ്രൈം നമ്പറുകളാകുന്ന ആളുകളാണ് 4, 3. അങ്ങനെ കോപ്രൈം ആകുന്ന 2 പേരുടെ പ്രോഡക്റ്റ് ആക്കി 12നെ എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇനി ഞാൻ പറയുകയാണ്, ഇവിടെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യകൾ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നവയായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ 3 കൊണ്ട് പറ്റുന്നവനാര് പറ്റാത്തവനാരെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതാ നോക്കേടാ, സം ഓഫ് ഡിജിറ്റ്സ് നോക്ക്. 3, 2, 5, 1, 6. 3 കൊണ്ട് പറ്റും. അതാണ്ട് 8, 1, 9. 3 കൊണ്ട് പറ്റും. സം ഓഫ് ഡിജിറ്റ്സ് വെച്ച് 7, 1, 8 പറ്റൂല. 9, 1, 10 പറ്റൂല. കണ്ടോ? അപ്പം തന്നെ 2 പേര് മാറി. ഇനി വേണമെങ്കിൽ ഡിവിസിബിലിറ്റി ബൈ 4 ചെക്ക് ചെയ്യാം. ഇങ്ങനെ നോക്കി ആൻസറിലേക്ക് എത്തുന്നത്. ഡിവിസിബിലിറ്റി ബൈ 4 നോക്കുമ്പോൾ അവസാനിക്കുന്നത് 2 0-ത്തിലാണ്. അവസാനിക്കുന്ന ലാസ്റ്റ് 2 ഡിജിറ്റുകൾ ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് ഇവർ 2 പേരും 4 കൊണ്ടും പറ്റും. 8 കൊണ്ട് നോക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കുമ്പോൾ 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. ഇതിപ്പോൾ 32. 3 ഡിജിറ്റ് എടുക്കാനില്ല, എന്നിരുന്നാലും 32 തീരുന്നു. ഉറപ്പായിട്ടും 8 കൊണ്ട് പറ്റും. 800 തീരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 8 കൊണ്ട് പറ്റും. ഇനി 4 കൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഓൾറെഡി 4 എന്ന് പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. 8 നോക്കിയിട്ട് കാര്യമില്ല. 3 നമ്മൾ പരിഗണിച്ചു. ഓക്കെ അല്ലേ? ഇനി അതായത് 12നെ നോക്കേണ്ട കാര്യമില്ല. ഇനി അവശേഷിക്കുന്ന ആൾ 16. ഓക്കെ ആണോ? ഈ 16ൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? 16ൻ്റെ പ്രത്യേകത, അവൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? മക്കളെ, ലാസ്റ്റ് 4 ഡിജിറ്റ്സ് എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 16 ആയിരിക്കണം. അവസാനിക്കുന്ന 4 ഡിജിറ്റുകൾ എന്തായിരിക്കണം? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? അങ്ങനെ പറ്റുന്നവന്മാർ ഈ കൂട്ടത്തിൽ ആരുണ്ടെന്ന് നോക്കേടാ. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഇവനെ കൊണ്ടും പറ്റും, ഇവനെ കൊണ്ടും പറ്റും. ചെയ്തു നോക്കടാ. ലാസ്റ്റ് 4 ഡിജിറ്റ്സ് 1, 2, 3, 4 ഇത്രയും ആകുന്ന ആളുകളെ എടുക്കുക. അവിടെ ഇപ്പോൾ ഈ ആദ്യത്തെ 2 പേര് 0, 0 എന്നായിപ്പോയി. അത് കാര്യമില്ല. അവശേഷിക്കുന്ന 32. 32നെ എന്തായാലും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവശേഷിക്കുന്നതാകുന്ന ഒരു സംഖ്യ കൂടി ഉണ്ടല്ലോ. 4. അവിടെ 4 സംഖ്യകൾ എടുക്കുമ്പോൾ ഒരു 0 ആദ്യം കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ 800 എന്ന് പറയുന്ന ആളിനെയും എന്ത് ചെയ്യാൻ പറ്റും? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രണ്ടിൽ 0 ആണോ? അത് പരിഗണിക്കേണ്ട. അവശേഷിക്കുന്ന ആളുകളെ നോക്കിയാൽ മതി. 4 ഡിജിറ്റ് എന്ന് പറഞ്ഞാലും 0 ഫ്രണ്ടിലുണ്ടെങ്കിൽ 0 കഴിച്ച് ബാക്കിയുള്ളതിനെ നോക്കിയാൽ മതി. ഇനി ചോദ്യം പറയുന്നത് സ്മോളസ്റ്റ് സംഖ്യ, കൂട്ടത്തിലെ ഏറ്റവും പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2 പേരിൽ ചെറുതാരാ? ഓപ്ഷൻ എ. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ആൻസർ ആരായിരിക്കും? ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. എത്ര വരും? 1, 0, 0, 0, 32. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ആൻസർ. കണ്ടോ? ഡിവിസിബിലിറ്റി പഠിക്കുന്നതിൻ്റെ ഗുണം ഈ ഒരു ചോദ്യത്തിനകത്തും വന്ന കണ്ടോ മക്കളെ? നമ്മുടെ അവസാനത്തെ ചോദ്യം, ഈ ഒരു സെഷനിൽ അവസാനത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 125. ഒരു സംഖ്യ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയെന്നാണ് പഠിക്കാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കേ. 125ൻ്റെ ഗുണിതങ്ങളെ ഞാൻ അങ്ങോട്ട് എഴുതാൻ പോവാം. 125 കഴിഞ്ഞാൽ അടുത്ത ആൾ 250, അത് കഴിഞ്ഞാൽ അടുത്തയാൾ 375, അത് കഴിഞ്ഞാൽ അടുത്തയാൾ 500. ശരിയല്ലേ? ആണ്. 500 കഴിഞ്ഞാൽ അടുത്ത ആൾ 625. അടുത്തതാകുന്ന ആളെന്ന് പറയുന്നത് എത്രയാണ് വരിക? 750. എത്ര പേരോടാ? 750. അടുത്തതാകുന്ന ആൾ എത്രടാ? 875. അത് കഴിഞ്ഞാൽ ആരാടാ? 1000. ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ തൽക്കാലം 1000 വരെ എഴുതുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി 1000 കഴിഞ്ഞ് 1125, 1250, 1375, അതായത് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സുകൾ എന്ത് ചെയ്യപ്പെടും? റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യപ്പെടും. അത് മാത്രമല്ല, ഇനി ഒരു സംഖ്യ തരികയാണ്. 78,000 എന്നാണ് നിങ്ങൾക്ക് തന്നെ. ഈ സംഖ്യ 125 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 0 വന്നാൽ 1000 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളല്ലേ? 1000 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആൾ ഉറപ്പായും 125 കൊണ്ടും സാധ്യമാകും. അതുകൊണ്ട് 78,000 ഡിവിസിബിൾ ബൈ എന്താണ്? ഈ പറയുന്ന 125. ഒരു എക്സാമ്പിളോടെ 78,500 അവസാനത്തെ 3 ഡിജിറ്റ്സുകൾ കണ്ടോടാ. 500 വന്നിട്ടുണ്ട്. ഉറപ്പായി 125 കൊണ്ട് പറ്റും. അടുത്തത് 843125 അവസാനിക്കുന്നത് 125ലാണ്. ഉറപ്പായും സാധ്യമാകും. ഇവനെ 125 കൊണ്ട് പറ്റും. ശരിയല്ലേ? ആണ്. കാര്യം മനസ്സിലായി. ഇനി എന്താ ഇവിടെ ചോദിക്കുന്നത്? ഒരു 6 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്, ഒരു 6 അക്ക സംഖ്യ തന്നിട്ടുണ്ട്. ആ സംഖ്യ എന്ന് പറയുന്നത് എന്താ? 537
XY5 എന്നാണ് ആ സംഖ്യ വരിക. ശരിയല്ലേ മക്കളെ? ആണ്. അങ്ങനെയാകുന്ന ആ ഒരു സംഖ്യ 125 കൊണ്ട് സാധ്യമാകും എന്നാണെങ്കിൽ, ഡിവൈഡ് ചെയ്യാൻ സാധ്യമാകുമെന്നാണെങ്കിൽ, അത്തരത്തിലുള്ള സാധ്യതകൾ എത്ര എണ്ണമുണ്ട്, എത്രയാകുന്ന സാധ്യതകൾ അവിടെയുണ്ട് എന്ന് കണ്ടെത്താമോ എന്നാ ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ ചോദ്യം നോക്കുമ്പോൾ അവസാനിക്കുന്നത് 5ലാണ്, 0-ലാണോ? അല്ല. അപ്പോൾ അവസാനിക്കുന്ന 3 ഡിജിറ്റുകൾ 0 അല്ല. നമ്മളെപ്പോഴും 125-ന് ലാസ്റ്റ് 3 ഡിജിറ്റ്സുകളാണ് നോക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാകുന്ന 3 ഡിജിറ്റ്സുകൾ നോക്കിയപ്പോൾ 3 ഡിജിറ്റുകളും 0 അല്ല. അതുകൊണ്ട് 1000-നെ മാറ്റിക്കോ. ഇനി അവസാനിക്കുന്നതാകുന്ന ഡിജിറ്റ് 5ആണ്, അതായത് 0 അല്ല. 0-ൽ വരുന്ന ആളുകളെ അതുകൊണ്ട് അങ്ങ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആണ്ടേ, 0-ൽ വരുന്ന ആളുകളെ എല്ലാവരും അവോയ്ഡ് ചെയ്തു. ഇനി അവശേഷിക്കുന്നതാകുന്ന ആളുകൾ ആരൊക്കെയാണ്? 125, 625, 375, 875. 4 സാധ്യതകൾ അവിടെ കണ്ടു. 5-ൽ അവസാനിക്കുന്ന സാധ്യതകൾ അപ്പോൾ എത്ര എണ്ണം? 5-ൽ അവസാനിക്കുന്ന സാധ്യതകൾ എക്സിനും വൈക്കും ഏത് വില വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിലേതെങ്കിലും ആകുന്നൊരു വിലയായിരിക്കും അവിടെ വരിക. അതായത് എക്സിന് ചിലപ്പോൾ 1 വൈക്ക് 2 ആയിരിക്കും, അല്ലെങ്കിൽ എക്സിന് 6 വൈക്ക് 2 ആയിരിക്കും. അങ്ങനെയാകുന്ന 4 സാധ്യതകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ആൻസർ എന്തായിരിക്കും മക്കളെ? ഓപ്ഷൻ ഡി 4 എന്നായിരിക്കും. കണ്ടോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതായ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഒരു ലെവൽ കൂടി മുകളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചില്ല എന്ന കാരണം കൊണ്ട് ചിലതാകുന്ന ചോദ്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ വളരെ നിസ്സാരമായി തന്നെ ഉത്തരത്തിനകത്തേക്ക് എത്താൻ പറ്റുന്ന, ഒരു തവണ കണ്ടാൽ, ഒരു തവണ പരിചയപ്പെട്ടാൽ തന്നെ നമുക്ക് ചെയ്തു പോകാൻ സാധിക്കുന്നതാകുന്ന ചോദ്യങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും വേണമെന്നാണെങ്കിൽ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കപ്പെടാൻ സാധ്യതകൾ ഉള്ളതാകുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എടുത്തു നോക്കിക്കോ, ഈ റേഞ്ച് ഉള്ള ചോദ്യങ്ങൾ ഇതുപോലെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമേ. അതോടൊപ്പം ദാണ്ട ഒരു ഹോംവർക്ക് കൂടി പിടിച്ചോ. ഞാനൊരു സംഖ്യ അങ്ങോട്ട് തരുക, 4, 3, 8, 7, 5. ഈ പറയുന്നതാകുന്ന സംഖ്യ നമ്മുടെ 1 മുതലാകുന്ന 1 എടുക്കണ്ട, 2 മുതലാകും. എല്ലാ സംഖ്യ 1 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 2 മുതൽ 11 വരെയുള്ള ഏത് സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ആളിൻ്റെ ഡിവിസിബിലിറ്റി സെറ്റാക്കാം എന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കി, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ ആണോടാ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാമേ.